ഹലോ എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന സുധാമൂർത്തിയുടെ സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ഈ പാഠത്തിൻ്റെ മലയാളത്തിലുള്ള വിവരണം ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ മറക്കാതെ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് മനസ്സിലാവുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. എല്ലായ്പ്പോഴും ഇതിൽ നിന്ന് കുറഞ്ഞത് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാറുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ത്രിവേണീസ് റൈറ്റിംഗ്? എന്താണ് ത്രിവേണിയുടെ എഴുത്തിൻ്റെ പ്രത്യേകത? ആരാണ് ത്രിവേണി? ഈ കഥ അറിയാവുന്നവർക്ക് കൃത്യമായി ആൻസർ എഴുതാൻ പറ്റും. സോ കഥ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 വീഡിയോ കാണുക. ആൻസർ നോക്കാം. ത്രിവേണി റോട്ട് ഇൻ ദ കന്നഡ ലാംഗ്വേജ്. കന്നഡ ഭാഷയിലെ ഒരു പ്രമുഖ എഴുത്തുകാരിയായിരുന്നു ത്രിവേണി. ഹർ റൈറ്റിംഗ് സ്റ്റൈൽ വാസ് ഈസി ആൻഡ് ഹാഡ് ദ പവർ ടു കൺവിൻസ് ദ റീഡേഴ്സ്. ത്രിവേണിയുടെ എഴുത്ത് വളരെ ലളിതവും വായനക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ളതും ആയിരുന്നു. ഹർ സ്റ്റോറീസ് വെയർ ഇൻസ്പയർഡ് ഫ്രം റിയൽ ലൈഫ് ആൻഡ് വെയർ ഇൻട്രസ്റ്റിംഗ്. ത്രിവേണിയുടെ കഥകൾ യഥാർത്ഥ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ളവയായിരുന്നു. ദ റീഡേഴ്സ് ക്യാൻ റിലേറ്റ് ദംസെൽസ് വിത്ത് ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറീസ് ആസ് ഹർ സ്റ്റോറീസ് വെയർ റിലേറ്റഡ് ടു ദ ലൈഫ്സ് ഓഫ് ദ ഓർഡിനറി പീപ്പിൾ. ത്രിവേണിയുടെ കഥകൾ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവ ആയതുകൊണ്ട് വായനക്കാർക്ക് കഥകളിലെ കഥാപാത്രങ്ങളുമായി സാമ്യവും തോന്നിയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഓൾഡ് ലേഡി ഇൻ കാശിയാത്രെ ഗിവ് എവേ ഓൾ ഹർ സേവിങ്സ്? കാശിയാത്ര എന്ന നോവലിലെ വൃദ്ധയായ സ്ത്രീ കാശിയിൽ പോകാൻ താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന സമ്പാദ്യമെല്ലാം എന്തിനാണ് കൊടുത്തത്? The old lady in the novel Kashiyatre gave away all her savings for the wedding of an orphan girl. അനാഥയായ ഒരു പെൺകുട്ടിയുടെ വിവാഹാവശ്യത്തിനാണ് കാശിയാത്ര എന്ന നോവലിലെ വൃദ്ധയായ സ്ത്രീ തൻ്റെ സമ്പാദ്യമെല്ലാം കൊടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ഗ്രാൻഡ് മദർ ഫോണ്ട് ഓഫ് ദ നോവൽ കാശിയാത്രേ? എന്തുകൊണ്ടാണ് മുത്തശ്ശിക്ക് കാശിയാത്ര എന്ന നോവൽ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം? ആൻസർ, ഗ്രാൻഡ് മദർ ഹാഡ് എ കീൻ ഇൻട്രസ്റ്റ് ഇൻ ദ നോവൽ കാശിയാത്രേ. കാശിയാത്ര എന്ന നോവൽ മുത്തശ്ശിക്ക് അതിയായ താല്പര്യമുണ്ടായിരുന്നു. ഷീ ഐഡൻറ്റിഫൈഡ് ഹെർസെൽഫ് വിത്ത് ദ പ്രൊട്ടാഗണിസ്റ്റ് ഹൂസ് ardent desire to visit Kashi and sacrifice for others had a great impact on her. ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന സ്റ്റോറിയിൽ 2 മുത്തശ്ശിമാരുണ്ട്. ഒരാൾ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന സ്റ്റോറി എഴുതിയ സുധാമൂർത്തിയുടെ മുത്തശ്ശി, അവരുടെ പേരാണ് കൃഷ്ടാക്ക. ഈ സ്റ്റോറിയിൽ സുധാമൂർത്തിയുടെ മുത്തശ്ശി ഒരു നോവൽ വായിക്കുന്നുണ്ട്. ആ നോവലിൻ്റെ പേരാണ് കാശിയാത്ര. കാശിയാത്ര എന്ന കഥയിൽ ഒരു മുത്തശ്ശിയുണ്ട്. ഇത് രണ്ടും മാറിപ്പോകരുത്. ഷീ ഐഡൻറ്റിഫൈഡ് ഹെർസെൽഫ് വിത്ത് ദ പ്രൊട്ടാഗണിസ്റ്റ്. സുധാമൂർത്തിയുടെ മുത്തശ്ശി കഥ കേൾക്കുമ്പോൾ കഥയിലെ മുത്തശ്ശി താൻ തന്നെയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. ഹൂസ് ardent desire to visit കാശി ആൻഡ് സാക്രിഫൈസ് ഫോർ അതേഴ്സ് ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ ഹർ. ഈ 2 മുത്തശ്ശിമാർക്കും കാശിയിൽ പോകാൻ അതിയായ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനുമുള്ള ഒരു മനസ്സുമുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് മുത്തശ്ശിക്ക് കാശിയാത്ര എന്ന നോവൽ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ഗ്രാൻഡ് മദർ റിയലൈസ് ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ? എങ്ങനെയാണ് മുത്തശ്ശി വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞത്? ആൻസർ, ലൈക്ക് അതർ വില്ലേജേഴ്സ് ദ ഗ്രാൻഡ് മദർ വാസ് ഓൾസോ ഫോണ്ട് ഓഫ് ദ വീക്ക്ലി മാഗസിൻ കർമ്മവീര. മറ്റ് ഗ്രാമീണരെ പോലെ മുത്തശ്ശിക്കും കർമ്മവീര എന്ന വീക്ക്ലി മാഗസിനോട് നല്ല ഇഷ്ടമായിരുന്നു. അന്നത്തെ കാലത്തെ ഒരു ആഴ്ചപ്പതിപ്പിൻ്റെ പേരാണ് കർമ്മവീര. As she was not educated, she was dependent on her granddaughter to read that magazine for her. മുത്തശ്ശിക്ക് എഴുത്തും വായനയും അറിയാത്തതിനാൽ കർമ്മവീര എന്ന മാഗസിൻ വായിക്കാൻ വേണ്ടി മുത്തശ്ശി ആശ്രയിച്ചിരുന്നത് മുത്തശ്ശിയുടെ കൊച്ചുമകളെ ആയിരുന്നു. In her granddaughter's absence, she could not read the next episode of Kashiyatra. കൊച്ചുമകൾ വീട്ടിലില്ലാതിരുന്ന സമയത്ത് മുത്തശ്ശിക്ക് കാശിയാത്രയുടെ അടുത്ത എപ്പിസോഡ് വായിക്കാൻ കഴിഞ്ഞില്ല. ഷീ ഫെൽറ്റ് എംബാരസ്ഡ് അറ്റ് ആസ്കിംഗ് ദ വില്ലേജേഴ്സ് ടു റീഡ് ഇറ്റ് ഫോർ ഹർ.
തനിക്ക് വേണ്ടി ഈ നോവൽ ഒന്ന് വായിച്ചു തരുമോ എന്ന് മറ്റുള്ള ഗ്രാമവാസികളോട് ആവശ്യപ്പെടാൻ മുത്തശ്ശിക്ക് ലജ്ജ തോന്നി. ദിസ് ഇൻസിഡൻറ്റ് മെയ്ഡ് ഹെർ റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഈ സംഭവം കാരണം മുത്തശ്ശിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി. ദ ഗ്രാൻഡ് മദർ ഹാഡ് നെവർ ഗോൺ ടു സ്കൂൾ ബിക്കോസ് ഷീ വാസ് ബോൺ ഇൻ ആൻ ഇറ വെൻ എഡ്യൂക്കേഷൻ ഓഫ് ദ വുമൺ ഫൗക്ക് വാസ് നോട്ട് ഗിവൺ മച്ച് ഇമ്പോർട്ടൻസ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു പ്രാധാന്യവും നൽകാത്ത ഒരു കാലഘട്ടത്തിൽ ജനിച്ചതിനാൽ മുത്തശ്ശിക്ക് ഒരിക്കലും സ്കൂളിൽ പോകാനും സാധിച്ചില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവ്വ വാസ് എ വണ്ടർഫുൾ സ്റ്റുഡൻറ്. ഡു യു എഗ്രി? വൈ? അവ്വ അതായത് മുത്തശ്ശി ഒരു മികച്ച വിദ്യാർത്ഥിനിയായിരുന്നു. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? ആൻസർ: യെസ്, ഐ എഗ്രി. അതെ, ഞാൻ അംഗീകരിക്കുന്നു. അറ്റ് ദ ഏജ് ഓഫ് 62, അവ്വ റിസോൾവ് ടു ലേൺ ദ കന്നഡ ആൽഫബറ്റ്സ് വിച്ച് വാസ് ഹൈലി അപ്രീഷ്യബിൾ. മുത്തശ്ശി തൻ്റെ 62-ാം വയസ്സിൽ കന്നഡ അക്ഷരമാല പഠിക്കാൻ തീരുമാനിച്ചു. അത് വളരെ പ്രശംസനീയമായ കാര്യമാണ്. ഷീ ഡിഡ് എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ഹോംവർക്ക്. മുത്തശ്ശി ഒരുപാട് ഗൃഹപാഠങ്ങളും ചെയ്തു. ഷീ വുഡ് റീഡ്, റിപ്പീറ്റ്, റൈറ്റ് ആൻഡ് റിസൈറ്റ് വിച്ച് വാസ് അമേസിംഗ്. പഠിച്ച കാര്യങ്ങൾ വായിക്കുകയും ആവർത്തിക്കുകയും എഴുതുകയും പാരായണം ചെയ്യുകയും ചെയ്തിരുന്നു. വളരെ അതിശയകരമായ രീതിയിലായിരുന്നു മുത്തശ്ശിയുടെ പഠനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ഗിഫ്റ്റ് ദാറ്റ് ദ ഓതർ ഗേവ് ഹെർ ഗ്രാൻഡ് മദർ? എഴുത്തുകാരിയായ സുധാമൂർത്തി തൻ്റെ മുത്തശ്ശിക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുത്തത്? ആൻസർ: ദ ഓതർ ഗിഫ്റ്റഡ് ഹെർ ഗ്രാൻഡ് മദർ എ കോപ്പി ഓഫ് ദ നോവൽ കാശിയാത്ര. കാശിയാത്ര എന്ന നോവലിൻ്റെ ഒരു കോപ്പിയാണ് എഴുത്തുകാരി തൻ്റെ മുത്തശ്ശിക്ക് സമ്മാനമായി നൽകിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ ഓതർ സേ ദാറ്റ് ഹെർ സ്റ്റുഡൻറ് ഹാഡ് പാസ്ഡ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്? തൻ്റെ വിദ്യാർത്ഥിനി മികച്ച പ്രകടനത്തോടെ വിജയിച്ചുവെന്ന് എഴുത്തുകാരി പറയുന്നത് എന്തുകൊണ്ട്? ആൻസർ: വെൻ ദ ഗ്രാൻഡ് മദർ റീഡ് ദ ടൈറ്റിൽ ഓഫ് ദ ബുക്ക് എഫർട്ട്ലെസ്ലി ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ് ഷീ ഹാഡ് സക്സീഡഡ് ഇൻ ഹെർ quest to learn to read and write, thus proving she had passed with flying colors. മുത്തശ്ശി പുസ്തകത്തിൻ്റെ ടൈറ്റിൽ അനായാസമായി വായിച്ചപ്പോൾ എഴുതാനും വായിക്കാനുമുള്ള ഉറച്ച തീരുമാനത്തിൽ മുത്തശ്ശി മികച്ച രീതിയിൽ വിജയിച്ചുവെന്ന് തെളിയിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് മദർ. മുത്തശ്ശിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ആൻസർ നോക്കാം. ദ ഗ്രാൻഡ് മദർ വാസ് ആൻ ഓൾഡ് ലേഡി ഓഫ് 62. 62 വയസ്സുള്ള പ്രായമായ ഒരു സ്ത്രീയായിരുന്നു മുത്തശ്ശി. ഷീ വാസ് അൺഎഡ്യൂക്കേറ്റഡ് ആസ് ഷീ ഹാഡ് നെവർ ബീൻ ടു സ്കൂൾ. മുത്തശ്ശി വിദ്യാഭ്യാസമില്ലാത്തയാളും ഒരിക്കലും സ്കൂളിൽ പോകുകയോ ചെയ്തിട്ടുമില്ല. ഷീ റിഗ്രറ്റഡ് ഹെർ ഇല്ലിറ്ററസി വെൻ ഹെർ ഗ്രാൻഡ് ഡോട്ടർ വെൻറ്റ് ടു അറ്റൻഡ് എ വെഡ്ഡിംഗ് സെറിമണി. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഇവിടെ പറയുന്നത്. മുത്തശ്ശിക്ക് എപ്പോഴാണ് തനിക്ക് വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ കുറവ് അനുഭവപ്പെട്ടത്? തൻ്റെ പേരക്കുട്ടി ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ അടുത്ത ഗ്രാമത്തിൽ പോയ സമയം മുത്തശ്ശിയുടെ വളരെ പ്രിയപ്പെട്ട ആഴ്ചപ്പതിപ്പായ കർമ്മവീര മാഗസിൻ വരികയും അത് വായിക്കാൻ പ്രയാസം അനുഭവിക്കുകയും ചെയ്തപ്പോഴാണ് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം മുത്തശ്ശിക്ക് മനസ്സിലായത്. At that moment, she felt helpless and dependent as she could not read Karmavira on her own. ആ നിമിഷം മുത്തശ്ശിക്ക് സ്വന്തമായി കർമ്മവീര മാഗസിൻ വായിക്കാൻ കഴിയാത്തതിനാൽ നിരാശയും നിസ്സഹായതയും അനുഭവപ്പെട്ടു. ഷീ ഡിഡ് നോട്ട് നോ ഹൗ ടു റീഡ്. മുത്തശ്ശിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. ദിസ് ഇൻസിഡൻറ്റ് ബ്രോട്ട് എ ചേഞ്ച് ഇൻ ഹെർ ലൈഫ്. ഈ സംഭവം മുത്തശ്ശിയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി. ഷീ ഡിസൈഡഡ് ദാറ്റ് ഷീ വുഡ് ലേൺ ടു റീഡ് സോ ദാറ്റ് ഷീ വുഡ് ബിക്കം ഇൻഡിപെൻഡൻറ്റ്. താൻ സ്വതന്ത്രയാകണം എങ്കിൽ വായിക്കാൻ പഠിച്ചേ തീരൂ എന്ന് മുത്തശ്ശി തീരുമാനിച്ചു. Her willpower, earned firm determination helped her and she succeeded in learning to read. തനിക്ക് പഠിക്കണം എന്ന മുത്തശ്ശിയുടെ ദൃഢനിശ്ചയം വിജയിക്കുകയും ചെയ്തു. She believed that for learning, age is never an obstacle and she proved it right.
പഠിക്കാൻ പ്രായം ഒരിക്കലും ഒരു തടസ്സമല്ലെന്ന് മുത്തശ്ശി വിശ്വസിച്ചു. അത് ശരിയാണെന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് തെളിയിക്കുകയും ചെയ്തു. ഷീ വാസ് എ ട്രഡീഷണൽ ലേഡി ഹു ബിലീവ്ഡ് ഇൻ ടച്ചിങ് ദ ഫീറ്റ് ഓഫ് ഗോഡ്, എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. That's why on Dasra festival she touched the feet of her granddaughter as a mark of respect towards her teacher. ദൈവത്തിൻ്റെ മുതിർന്നവരുടെയും ഗുരുക്കന്മാരുടെയും പാദങ്ങൾ തൊട്ടു നമസ്കരിക്കണം എന്ന് വിശ്വസിക്കുന്ന പാരമ്പര്യ മൂല്യങ്ങൾ പിന്തുടർന്നു വരുന്ന സ്ത്രീയായിരുന്നു മുത്തശ്ശി. അതുകൊണ്ടാണ് ദസ്ര ഉത്സവ വേളയിൽ, ദസ്ര ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പൂജവെപ്പ്, വിജയദശമി, മഹാനവമി ആഘോഷിക്കുന്ന സമയം, മുത്തശ്ശി തൻ്റെ ടീച്ചറോടുള്ള ബഹുമാന സൂചകമായി കൊച്ചുമകളുടെ പാദങ്ങൾ തൊട്ടത്. To sum up, she was an affectionate lady with great willpower and firm determination. ചുരുക്കി പറഞ്ഞാൽ നല്ല സ്നേഹവും ഇച്ഛാശക്തിയും ഉറച്ച നിശ്ചയദാർഢ്യവുമുള്ള സ്ത്രീയായിരുന്നു മുത്തശ്ശി. Next question. For learning, there is no age bar. Do you agree with this statement? Prepare a write-up on the importance of adult education, highlighting its merits. പഠനത്തിന് പ്രായപരിധിയില്ല എന്ന പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എടുത്തു കാണിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് ഒരു ജനറൽ ക്വസ്റ്റ്യനായി ചോദിക്കാം. ഞാൻ ഈ തന്നിരിക്കുന്ന ആൻസർ കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും എഴുതാം. അങ്ങനെ എഴുതാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൽ മുത്തശ്ശി പഠിക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ ക്യാരക്ടർ സ്കെച്ചിൽ പറഞ്ഞിട്ടുള്ളവയും കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ്. അഡൽട്ട് എഡ്യൂക്കേഷൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം ഉദാഹരണമായി മുത്തശ്ശി പഠിക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം. നമുക്ക് ആൻസർ നോക്കാം. This has rightly been said that for any good cause, age is no bar. ഏതൊരു നല്ല കാര്യം ചെയ്യുന്നതിനും പ്രായം ഒരു തടസ്സമല്ല. The grandmother proved it also by achieving the task within the limited time. വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ തനിക്ക് പഠിക്കണമെന്ന ദൗത്യം പൂർത്തിയാക്കി മുത്തശ്ശി അത് തെളിയിക്കുകയും ചെയ്തു. എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ഏജ് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. എല്ലാ പ്രായക്കാർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. ആജീവനാന്ത പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ഒരു സമയത്ത് തുടങ്ങി മറ്റൊരു സമയത്ത് അവസാനിക്കേണ്ടതല്ല വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ പ്രോസസ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു എനി ഏജ്, പേഴ്സൺ, പ്ലേസ് ഓർ അതർ ലിമിറ്റേഷൻ ഓഫ് ദ ലൈഫ്. വിദ്യാഭ്യാസം നേടുക എന്നത് ഒരു നിശ്ചിത വയസ്സിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതുപോലെ തന്നെ പണം, പദവി, വ്യക്തികൾ, നമ്മൾ വസിക്കുന്ന സ്ഥലം ഒന്നും തന്നെ വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്ന് നമ്മളെ അയോഗ്യരാക്കുന്നുമില്ല. ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ഓൾ ത്രൂ ഔട്ട് ദ ഹോൾ ലൈഫ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് എൻഡ് വിത്ത് ദ സ്കൂളിംഗ്. സ്കൂൾ വിദ്യാഭ്യാസത്തോടെ അവസാനിക്കുന്ന ഒന്നല്ല വിദ്യാഭ്യാസം. ജീവിതകാലം മുഴുവനും തുടർന്നു പോകുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലേസ് ഗ്രേറ്റ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ലൈഫ്, പേഴ്സൺ, സൊസൈറ്റി ആൻഡ് കൺട്രി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ, സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ വളർച്ചയിലും വികസനത്തിലും ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ, വ്യക്തിഗത വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിക്കുന്നു. ബീങ് എ ഡെമോക്രാറ്റിക് കൺട്രി വിത്തൗട്ട് എഡ്യൂക്കേഷൻ പീപ്പിൾ കനോട്ട് യൂസ് ദെയർ റൈറ്റ്സ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനോ ഉപയോഗിക്കാനോ കഴിയില്ല. ഇന്ത്യ ഈസ് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൺട്രി സ്ട്രഗ്ലിംഗ് ഹാർഡ് ഫോർ ബിക്കമിംഗ് ദ ഡെവലപ്ഡ് കൺട്രി ലൈക്ക് മെനി അതർ കൺട്രീസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങളെയും പോലെ വികസിത രാജ്യമാകാൻ കഠിനമായി പ്രവർത്തിക്കുന്ന ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ് ഇന്ത്യ. ഇഫ് വി വോണ്ട് ടു ബി ഡെവലപ്ഡ് വി ഹാവ് ടു ബി എഡ്യൂക്കേറ്റഡ്. നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും വികസനം വേണമെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം നേടണം. Next question. Now, imagine that the grandmother in the story writes a letter or sends an email to Triveni, the author of Kashiyatre. Attempt the letter or email for her. കഥയിലെ മുത്തശ്ശി കാശിയാത്രയുടെ രചയിതാവായ ത്രിവേണിക്ക് ഒരു കത്തെഴുതുകയോ മെയിൽ അയക്കുകയോ ചെയ്യുന്നുവെന്ന് സങ്കല്പിക്കുക. ഒരു കത്ത് അല്ലെങ്കിൽ ഇമെയിൽ തയ്യാറാക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ്. സോ നന്നായിട്ട് പഠിച്ചിട്ട് പോകുക.
നിങ്ങൾക്ക് കത്താണോ ഇമെയിലാണോ ഏതാണോ എഴുതാൻ എളുപ്പം അത് എഴുതുക. ആദ്യം നമുക്ക് കത്ത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എക്സാമിന് ആൻസർ എഴുതുമ്പോൾ ഒരു പുതിയ പേജ് തന്നെ എടുക്കുക. 2 പേജിലേക്ക് ആയി വന്നാലും കുഴപ്പമില്ല. ചുറ്റിലും മാർജിൻ ഇട്ട ശേഷം വേണം കത്തെഴുതാൻ. ഒരു ബോക്സ് പോലെ വരച്ച് അതിൻ്റെ ഉള്ളിൽ എഴുതാൻ ശ്രമിക്കുക. പരീക്ഷയ്ക്ക് പോകുമ്പോൾ സ്കെയിൽ, റബ്ബർ, പെൻസിൽ എന്നിവ കൂടെ കരുതുക. നമുക്ക് കത്തിലേക്ക് കടക്കാം. ഇതൊരു ഇൻഫോർമൽ ലെറ്റർ ഫോർമാറ്റിലാണ് എഴുതിയിരിക്കുന്നത്. ലെറ്റർ അയക്കുന്ന ആൾ ആരാണോ അവരുടെ അഡ്രസ്സ് ഇടതുവശം മാർജിനോട് ചേർത്ത് മുകളിലായി എഴുതുക. ഇവിടെ മുത്തശ്ശിയാണ് ലെറ്റർ അയക്കുന്നത്, അപ്പോൾ മുത്തശ്ശിയുടെ അഡ്രസ്സ് എഴുതണം. ലെറ്റർ ഫോർമാറ്റ് ഓരോ വർഷവും മാറി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഏത് മോഡൽ ആണോ പഠിച്ചിരിക്കുന്നത് അത് എഴുതുക. ലെറ്റർ അയക്കുന്ന ആളുടെ അഡ്രസ്സ് എഴുതിയ ശേഷം കുറച്ച് സ്ഥലം 1-2 വരി വിട്ട ശേഷം ഡേറ്റ് എഴുതുക. അത് മാർജിനോട് ചേർത്ത് എഴുതുക. ഇവിടെ പഴയ ഒരു ഡേറ്റും വർഷവുമാണ് ചേർത്തിരിക്കുന്നത്. പണ്ട് നടന്ന കഥയാണല്ലോ, അതുകൊണ്ടാണ് അന്നത്തെ ഒരു ഏകദേശ ഡേറ്റ് ചേർത്തത്. അതിനുശേഷം വീണ്ടും ഒരു വരി വിട്ട് സല്യൂട്ടേഷൻ കൊടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിയർ ത്രിവേണി എന്നാണ്. ഡിയർ ത്രിവേണി എന്നോ മൈ ഡിയർ ത്രിവേണി എന്നോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ലെറ്ററിൻ്റെ ബോഡിയിലേക്ക് കടക്കാം. I wish to thank you for the way unknowingly you have brought about a change in my life. അറിയാതെ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയതിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I am an avid reader of your novel കാശിയാത്ര. താങ്കളുടെ നോവൽ കാശിയാത്രയുടെ ഒരു വായനക്കാരിയാണ് ഞാൻ. My granddaughter would read out the weekly episode to me. എൻ്റെ പേരക്കുട്ടി കാശിയാത്രയുടെ ആഴ്ചതോറുമുള്ള എപ്പിസോഡ് വായിച്ചു തരുമായിരുന്നു. I enjoyed the story as I could identify myself with the novel's main character, an old woman who did not go to Kashi as she had sacrificed her savings for the orphan girl's marriage. താൻ കാശിയാത്രയ്ക്ക് പോകുവാൻ വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന മുഴുവൻ സമ്പാദ്യവും അനാഥയായ പെൺകുട്ടിയുടെ വിവാഹത്തിനായി ദാനം ചെയ്ത നോവലിലെ വൃദ്ധയായ പ്രധാന കഥാപാത്രത്തിൽ എനിക്ക് എന്നെ തന്നെയാണ് കാണാൻ സാധിച്ചത്. When my granddaughter was away, I could not find out what was going on in the story as there was no one who could read it for me. എൻ്റെ പേരക്കുട്ടി ഇല്ലാത്തപ്പോൾ എനിക്കായി നോവൽ വായിച്ചു തരാൻ ആളില്ലാത്തതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. I then decided that I too would learn how to read. അപ്പോഴാണ് ഞാൻ പഠനത്തെക്കുറിച്ച് ചിന്തിച്ചതും വായിക്കാൻ പഠിക്കാൻ തീരുമാനിച്ചതും. With her help, I soon learned the Kannada alphabet and now I am able to read quite well. എൻ്റെ പേരക്കുട്ടിയുടെ സഹായത്തോടെ ഞാൻ ഉടൻ തന്നെ കന്നഡ അക്ഷരമാല പഠിച്ചു. ഇപ്പോൾ എനിക്ക് നന്നായി വായിക്കാൻ കഴിയുന്നു. All this would not have happened and I would have remained illiterate if you had not written such interesting and inspiring stories. Thanking you once again. നിങ്ങൾ രസകരവും പ്രചോദനാത്മകവുമായ കഥകൾ എഴുതിയില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമായിരുന്നില്ല. ഞാൻ വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തിയായി തുടരുമായിരുന്നു. താങ്കിങ് യു വൺസ് അഗെയിൻ. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി. ഇത്രയും എഴുതിയ ശേഷം ലെറ്റർ കൺക്ലൂഡ് ചെയ്യുക. യുവേഴ്സ് സിൻസിയർലി. വീണ്ടും ലെറ്റർ അയക്കുന്ന ആളുടെ അഡ്രസ്സ് എഴുതുക. മുകളിൽ അയക്കുന്ന ആളുടെ പേര് ചേർത്തിട്ടില്ല, താഴെ പേര് ചേർക്കുക. എല്ലാം ലെഫ്റ്റ് സൈഡിൽ എഴുതുക. ആർക്കാണോ ലെറ്റർ അയക്കുന്നത്, അതായത് റിസീവർ, അവരുടെ അഡ്രസ്സ് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ചേർക്കുക. ഇവിടെ റൈറ്റ് സൈഡിലാണ് ചേർത്തിരിക്കുന്നത്. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ 2 പേജിലായി എഴുതിയാലും പ്രോബ്ലമില്ല. വൃത്തിയായി എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമുക്ക് ഇമെയിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഇത് നിങ്ങളുടെ +2 തുല്യത ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ 42-ാം പേജിൽ കൊടുത്തിരിക്കുന്ന ഇമെയിലിൻ്റെ ഒരു ഫോർമാറ്റാണ്. എക്സാമിന് ഇമെയിൽ എഴുതുമ്പോഴും ഒരു പുതിയ പേജ് എടുത്ത ശേഷം എഴുതി തുടങ്ങുക. ഇതുപോലെ 4 ചുറ്റും വരയ്ക്കുക. അതിനുശേഷം സെൻഡ് എന്നൊരു ചെറിയ ബോക്സ് വരയ്ക്കുക. പിന്നെ ഫ്രം, ടു, CC എഴുതാനുള്ള ബോക്സസ് വരയ്ക്കുക. ഫ്രം അഡ്രസ്സിൽ krishtaka@gmail.com എന്ന് കൊടുക്കുക.
ടു അഡ്രസ്സിൽ triveni@gmail.com എന്നും കൊടുക്കുക. CC ഒന്നും ചെയ്യണ്ട, ബ്ലാങ്കായി തന്നെ ഇരുന്നോട്ടെ. CC എന്താണ്? കാർബൺ കോപ്പി. ഇതേ മെയിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് അയക്കണമെങ്കിൽ CCയിൽ അവരുടെ ഇമെയിൽ അഡ്രസ്സ് കൂടെ ആഡ് ചെയ്യുക. ഇവിടെ ത്രിവേണിക്ക് മാത്രമാണ് ഇമെയിൽ സെൻഡ് ചെയ്യേണ്ടത്, അപ്പോൾ CCയുടെ ആവശ്യം വരുന്നില്ല. ഇത്രയും എഴുതിയ ശേഷം കണ്ടന്റ് എഴുതാൻ വേറൊരു ബോക്സ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? അതുപോലെ വരയ്ക്കുക. സല്യൂട്ടേഷൻ കൊടുത്ത് തുടങ്ങുക. ഹായ്, ഹലോ, ഡിയർ എന്ത് വേണമെങ്കിലും എഴുതാം. ചെറിയ സ്പേസ് കൊടുക്കുക. അതിനുശേഷം പറയാനുള്ള കാര്യം എഴുതാം. ലെറ്റർ പോലെ ഇമെയിൽ വലിച്ചു വാരി എഴുതണമില്ല, വളരെ കുറഞ്ഞ വാക്കുകളിൽ മതിയാകും. അതെല്ലാം എഴുതിയ ശേഷം 1 ലൈൻ സ്പേസ് കൊടുക്കുക. കൺക്ലൂഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് മാർജിനോട് ചേർത്ത് തുടങ്ങേണ്ടതില്ല, കുറച്ച് സ്പേസ് ഇടുക. ലവ്, വിത്ത് ലവ് എന്നിങ്ങനെയുള്ള കോംപ്ലിമെൻ്ററി ക്ലോസ് കൊടുക്കുക. അതിനു താഴെയായി അയക്കുന്ന ആളുടെ നെയിം, സിഗ്നേച്ചർ എന്നിവ ചേർക്കാം. ഇതാണ് കൃഷ്ടാക്ക ത്രിവേണിക്ക് അയക്കുന്ന ഇമെയിൽ ഫോർമാറ്റ്. ഇതുപോലെ ബോക്സ് വരച്ച് എഴുതുക. ഫ്രം അഡ്രസ്സിൽ krishtaka@gmail.com എന്ന് എഴുതുക. ടു അഡ്രസ്സിൽ triveni@gmail.com എന്ന് എഴുതുക. ഡിയർ ത്രിവേണി എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങിയിരിക്കുന്നു. ലെറ്ററിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇമെയിലിലും എഴുതിയിരിക്കുന്നത്. അത് എടുത്തെഴുതുക. ഇമെയിൽ കൺക്ലൂഡ് ചെയ്യുക. അയക്കുന്ന ആളുടെ നെയിം അല്ലെങ്കിൽ സിഗ്നേച്ചർ കൊടുക്കാം. വളരെ ഈസി ആയിട്ട് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇമെയിൽ റൈറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാൻഡ് മദേഴ്സ് ഡയറി എൻട്രി. മുത്തശ്ശി എഴുത്തും വായനയും പഠിച്ചു കഴിഞ്ഞ ശേഷം ഒരു ഡയറി എൻട്രി എഴുതുകയാണെന്ന് കരുതുക. അതിൽ അവർ എന്തൊക്കെ എഴുതുമെന്ന് നമുക്ക് നോക്കാം. ഡയറി എഴുതുന്ന ഡേറ്റ്, ഇയർ എഴുതുക. അതിനു താഴെ സൺഡേ, മൺഡേ ഏത് ഡേ ആണോ അതും ചേർക്കാം. അതിനു താഴെയായി ഡയറി എഴുതുന്ന സമയം 10 PM എന്നോ 11:30 എന്നോ എഴുതാം. ഇവിടെ എഴുതിയിട്ടില്ല. ഡിയർ ഡയറി എന്ന് പറഞ്ഞാണ് ഇവിടെ എഴുതി തുടങ്ങിയിരിക്കുന്നത്. Today, I am very elated by my present situation. It is a turning point in my life. എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായ ദിവസമാണിന്ന്. ഞാൻ അതിനാൽ വളരെ സന്തോഷവതിയാണ്. I have at last learned the Kannada alphabet. അങ്ങനെ അവസാനം ഞാൻ കന്നഡ അക്ഷരമാല പഠിച്ചു. മൈ ജോയ് നോസ് നോ ബൗണ്ട്സ്. എൻ്റെ സന്തോഷത്തിന് അതിരുകളില്ല. I am overwhelmed by the unexpected action of my granddaughter. എൻ്റെ കൊച്ചുമകളുടെ അപ്രതീക്ഷിതമായ പ്രവൃത്തിയിൽ ഞാൻ മതിമറന്നുപോയി. I was struck with emotions when she gifted me a copy of Kashi Yatre, something I always wanted to read on my own. ഞാൻ എപ്പോഴും സ്വന്തമായി വായിക്കാൻ ആഗ്രഹിച്ച കാശിയാത്രയുടെ ഒരു കോപ്പി അവൾ സമ്മാനിച്ചപ്പോൾ വികാരങ്ങളാൽ എനിക്ക് ശ്വാസം മുട്ടി. വാട്ട് ടച്ചസ് മീ ഡീപ്ലി ഈസ് നോട്ട് ദ ഗിഫ്റ്റ് ബട്ട് ഹർ ലവ് ഫോർ മീ. എന്നെ ഏറ്റവും സ്പർശിച്ചത് സമ്മാനമല്ല, മറിച്ച് അവളുടെ സ്നേഹമാണ്. I will never be able to return the favor offered by my teacher, who showed immense patience and maturity and helped bring about this new day in my life when I can enjoy reading a book on my own. അപാരമായ ക്ഷമയും സ്നേഹവും പക്വതയും കാണിക്കുകയും ഒരു പുസ്തകം വായിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ എന്നെ പ്രാപ്തയാക്കുകയും ചെയ്ത എൻ്റെ ടീച്ചറോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഡയറി എഴുതി കഴിഞ്ഞ ശേഷം എഴുതുന്ന ആളുടെ പേര് ചേർക്കാം. ഇവിടെ ഗ്രാൻഡ് മദറാണ് ഡയറി എഴുതിയത്. അവരുടെ പേര് കൃഷ്ടാക്ക എന്ന് ആഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി. ഇൻ ദ സ്റ്റോറി ദ നരേറ്റർ വാസ് ടേക്കൺ അബാക്ക് വെൻ ഹർ ഗ്രാൻഡ് മദർ ടച്ച് ഹർ ഫീറ്റ്. ഷീ വാസ് അസ്റ്റോണിഷ്ഡ് അറ്റ് ദ ആക്ട്. ദാറ്റ് നൈറ്റ് ഷീ റെക്കോർഡഡ് ഹർ ഫീലിംഗ്സ് ഇൻ ഹർ ഡയറി. വാട്ട് മൈറ്റ് ഹർ തോട്ട്സ് ഹാവ് ബീൻ? പ്രിപ്പയർ എ ഡയറി എൻട്രി. ഈ കഥയിൽ മുത്തശ്ശി പേരക്കുട്ടിയുടെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നുണ്ടല്ലോ. ആ ഒരു പ്രവൃത്തിയിൽ പേരക്കുട്ടി അമ്പരന്നു പോകുന്നുണ്ട്. അന്ന് രാത്രി അവൾ നടന്ന കാര്യങ്ങൾ ഡയറിയിൽ എഴുതുന്നു. എന്തായിരിക്കാം അവളുടെ ചിന്തകൾ? ഒരു ഡയറി എൻട്രി തയ്യാറാക്കുക. ഡേറ്റ്, മന്ത്, ഇയർ എഴുതുക. ഡേ എഴുതുക. ഡിയർ ഡയറി എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങിയിരിക്കുന്നു. Today is the most memorable day in my life. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ദിവസമാണെന്ന്. During the സരസ്വതി പൂജ, my grandmother touched my feet. സരസ്വതി പൂജയ്ക്കിടെ മുത്തശ്ശി എൻ്റെ കാൽ തൊട്ട് നമസ്കരിച്ചു. I was shocked, but later I realized that it was an appropriate gesture.
ആദ്യം ഞാൻ ഞെട്ടിപ്പോയെങ്കിലും അത് ഉചിതമായ കാര്യമാണ് മുത്തശ്ശി ചെയ്തതെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. മൈ ഗ്രാൻഡ് മദർ റിഗ്രറ്റ് ഹർ ഇല്ലിറ്ററസി വെൻ ഐ വെൻറ്റ് ടു അറ്റൻഡ് എ വെഡ്ഡിംഗ് സെറിമണി. ഞാനൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് മുത്തശ്ശിക്ക് അക്ഷരവിദ്യാഭ്യാസമില്ലായ്മയെക്കുറിച്ചോർത്ത് പശ്ചാത്താപം അനുഭവപ്പെട്ടത്. At that moment, she felt helpless and dependent as she could not read Karmavira on her own. മുത്തശ്ശിക്ക് സ്വയം കർമ്മവീര മാഗസിൻ വായിക്കാൻ കഴിയാത്തതിനാൽ നിസ്സഹായതയും ആശ്രയത്വവും തോന്നി. She did not know how to read. മുത്തശ്ശിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. ദിസ് ഇൻസിഡൻറ്റ് ബ്രോട്ട് എ ചേഞ്ച് ഇൻ ഹർ ലൈഫ്. ഈ ഒരു സംഭവം മുത്തശ്ശിയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി. ഷീ ഡിസൈഡഡ് ദാറ്റ് ഷീ വുഡ് ലേൺ ടു റീഡ് സോ ദാറ്റ് ഷീ വുഡ് ബിക്കം ഇൻഡിപെൻഡൻറ്റ്. സ്വതന്ത്രയാകാൻ മുത്തശ്ശി വായിക്കാൻ പഠിക്കാൻ തീരുമാനിച്ചു. Her willpower and earned firm determination helped her and she succeeded in learning to read. മുത്തശ്ശിയുടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും കാരണം പഠനമെന്നത് വിജയകരമായി പൂർത്തിയാക്കാനും സാധിച്ചു. According to her, it is never too late and she says, for a good cause, if you are determined, you can overcome any obstacle. നല്ല കാര്യത്തിനായി നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്താൽ നിങ്ങൾക്ക് ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ കഴിയും. മുത്തശ്ശിയുടെ പേരക്കുട്ടിയുടെ ഡയറി എൻട്രിയാണിത്. അവരുടെ പേരെഴുതുക. സുധ എന്നാണ് എഴുതിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും 10 മാർക്കിൽ കുറയാത്ത ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് കാണാം. എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്